പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ അളവുകളും യൂണിറ്റുകളും എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നമുക്ക് ഡിസ്കഷനിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഡിസ്കഷനിലേക്ക് കടക്കാം. നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് മീറ്ററാണ്. നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് മീറ്ററാണ്. ഇത് എം എന്ന അക്ഷരം ഉപയോഗിച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ നീളം അളക്കുന്നത് മീറ്റർ എന്ന് പറയുന്ന അടിസ്ഥാന യൂണിറ്റ് ഉപയോഗിച്ചിട്ടാണ്. ഇതിൻ്റെ പ്രതീകം എം ആണ്. മീറ്റർ എന്നാണ് നമ്മൾ പറയാറ്. ഒരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് അളക്കാൻ പറ്റുന്ന ഏറ്റവും കുറഞ്ഞ നീളത്തെയാണ് ലീസ്റ്റ് കൗണ്ട്, അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് വിളിക്കുന്നത്. ഒരു മീറ്റർ സ്കെയിലുണ്ട്, അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഏറ്റവും ചെറിയ അളവ് അളക്കാൻ പറ്റുന്ന, കൃത്യമായിട്ട് അളക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ അളവ് പറയുന്നത് 1 മില്ലിമീറ്റർ ആണ്. അപ്പോൾ അതാണ് ആ സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ട്. അപ്പോൾ ഏറ്റവും ചെറിയ, കൃത്യമായിട്ട് അളക്കാൻ പറ്റുന്ന കുറഞ്ഞ അളവിനെയാണ് നമ്മൾ പറയുന്നത് ലീസ്റ്റ് കൗണ്ട്. ഫ്രാൻസിലെ അന്താരാഷ്ട്ര അളവ് തൂക്ക ബ്യൂറോയിലെ ഒരു മാതൃകാ ദണ്ഡുണ്ട്. പ്ലാറ്റിനത്തിൽ 10% ഇറിഡിയം ചേർത്ത് നിർമ്മിച്ചിട്ടുള്ള 0 ഡിഗ്രി സെൽഷ്യസിൽ ഫ്രാൻസിലെ അന്താരാഷ്ട്ര അളവ് തൂക്ക ബ്യൂറോയിൽ സൂക്ഷിച്ചിട്ടുള്ള ഈ മാതൃകാ ദണ്ഡിൽ രേഖപ്പെടുത്തിയ 2 അടയാളങ്ങൾക്കിടയിലുള്ള നീളമാണ് നമ്മൾ ഒരു മീറ്ററായിട്ട് എടുക്കുന്നത്. പ്ലാറ്റിനത്തിൽ 10% ഇറിഡിയം ചേർത്തിട്ടാണ് ഇത് നിർമ്മിക്കുന്നത്. 100 ഡിഗ്രി സെൽഷ്യസിലാണ് ഇത് സൂക്ഷിച്ചിരിക്കുന്നത്. ഫ്രാൻസിലെ അന്താരാഷ്ട്ര അളവ് തൂക്ക ബ്യൂറോയിലാണ് ഈ മാതൃകാ ദണ്ഡുള്ളത്. നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് മീറ്റർ ആണെങ്കിലും സൗകര്യത്തിന് അതിൻ്റെ ചെറിയ അളവുകളായിട്ടുള്ള സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, മൈക്രോമീറ്റർ, നാനോമീറ്റർ എന്നിവയും നമ്മൾ ചില സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണ്? സെൻറ്റിമീറ്റർ ഉപയോഗിക്കാറുണ്ട്, മില്ലിമീറ്റർ, മൈക്രോമീറ്റർ, അതേപോലെ നാനോമീറ്റർ. മൈക്രോമീറ്റർ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കനമൊക്കെ പറയാൻ മൈക്രോമീറ്റർ നമ്മൾ കേൾക്കാറുണ്ട്. നാനോമീറ്റർ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ സെൻറ്റിമീറ്റർ CM, മില്ലിമീറ്റർ MM, മൈക്രോമീറ്റർ μM ആണ്, നാനോമീറ്റർ NM എന്നിങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ 2 പ്രദേശങ്ങൾക്കിടയിലുള്ള ദൂരം അളക്കാൻ നമുക്ക് സെൻറ്റിമീറ്ററോ മില്ലിമീറ്ററോ ഒന്നും ഉപയോഗിച്ചാൽ പോരാ. അതിനായിട്ട് നമ്മൾ കിലോമീറ്ററാണ്, കിലോമീറ്ററാണ് ഉപയോഗിക്കുന്നത്. ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കുമുള്ള ദൂരം അളക്കേണ്ടി വരുമ്പോൾ നമ്മൾ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, അതേപോലെ പ്രകാശവർഷം, ലൈറ്റ് ഇയർ അല്ലെങ്കിൽ പാരാലിറ്റിക് സെക്കൻഡ് അഥവാ പർസക്ക് എന്നിവയും ഉപയോഗിച്ചു വരുന്നു. ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരം അളക്കാൻ നമ്മൾ കിലോമീറ്റർ അല്ല ഉപയോഗിക്കുന്നത്, പകരം ആസ്ട്രോണമിക് യൂണിറ്റ്, അതേപോലെ പ്രകാശവർഷം, പർസക്ക് എന്നിവയാണ് ഉപയോഗിക്കുന്നത്. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരമാണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റായിട്ട് കരുതുന്നത്. അപ്പോൾ ഒരു AU ആണ്, 1 AU ആണ് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം. ഇത് ഏകദേശം 15 കോടി കിലോമീറ്റർ ആണ്. ഒരു AU എന്ന് പറയുന്നത് 15 കോടി കിലോമീറ്റർ ആണ്. ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് ഒരു പ്രകാശവർഷം. അപ്പോൾ പ്രകാശവർഷം എന്ന് പറയുന്നത് ദൂരം അളക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പ്രകാശവർഷം എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും വർഷം ആ ഒരു കണക്ക് വെച്ചിട്ടാണെന്നത്. അല്ല, പകരം നമ്മൾ ദൂരം അളക്കാൻ വേണ്ടിയിട്ടാണ് പ്രകാശവർഷം ഉപയോഗിക്കുന്നത്. ഗ്രഹങ്ങളിലേക്ക് നക്ഷത്രങ്ങളിലുമുള്ള ദൂരം അളക്കാനാണ് പ്രകാശവർഷം ഉപയോഗിക്കുന്നത്. ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണെന്ത്? പ്രകാശവർഷം. അപ്പോൾ ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ ആണ് പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നത്. ഒരു സെക്കൻഡിൽ എത്ര കിലോമീറ്റർ ആണ്? 3 ലക്ഷം കിലോമീറ്റർ പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ഇത് പർസക്കിൽ നമ്മൾ 3.26 പ്രകാശവർഷം ആകുന്നു. പർസക്ക് എന്നത് 3.26 പ്രകാശവർഷം ആകുന്നു. അവിടെ അളവുകളും അത് മീറ്ററിലുള്ള മൂല്യവും കൊടുത്തിട്ടുണ്ട്. 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്റർ ആണ്, അതായത് 10⁻³ മീറ്റർ, 10⁻³ മീറ്റർ ആണ്. 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 1/100 മീറ്റർ ആണ്, അതായത് 10⁻² മീറ്റർ ആണ്. ഇനി 1 മില്ലിമീറ്റർ എന്ന് പറയുന്നത് 1/1000 മീറ്റർ ആണ്, അതായത് 10⁻³ മീറ്റർ ആണ്. ഇനി ഒരു മൈക്രോമീറ്റർ എന്ന് പറയുന്നത് 10⁻⁻6 മീറ്റർ ആണ്. ഒരു നാനോമീറ്റർ എന്ന് പറയുന്നത് 10⁻⁹ മീറ്റർ ആണ്. അപ്പോൾ ഒരു മൈക്രോമീറ്റർ 10⁻�6 മീറ്ററും ഒരു നാനോമീറ്റർ എന്ന് പറയുന്നത് 10⁻⁹ മീറ്ററുമാണ്. അടുത്തത് മാസാണ്. മാസ് എന്ന് പറയുമ്പോൾ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് മാസ്. അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും മാസ്, വെയിറ്റ്, അതേപോലെ പിണ്ഡം തുടങ്ങിയ പേരൊക്കെ കേട്ടിട്ടുണ്ടാകും. ഒരുപാട് കൺഫ്യൂഷൻ വരുന്ന ഭാഗമാണിത്. അപ്പോൾ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് അതിൻ്റെ മാസ്. ദ്രവ്യം എന്ന് വെച്ചാൽ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും പിണ്ഡമുള്ളതുമായിട്ടുള്ള എന്തിനേയും നമ്മൾ ദ്രവ്യം എന്ന് പറയുന്നു. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും പിണ്ഡമുള്ളതുമായിട്ടുള്ള എന്തിനേയും നമ്മൾ ദ്രവ്യം അഥവാ മാറ്റർ, പദാർത്ഥം എന്ന് പറയുന്നു. അപ്പോൾ ഒരു വസ്തുവിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിൻ്റെ അളവാണെന്ത്? മാസ് എന്നറിയപ്പെടുന്നത്. ഇനി ഭാരം എന്ന് പറയുന്നത് വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ഗുരുത്വാകർഷണ ബലമാണ് ഭാരം. അപ്പോൾ മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാം ആണ്. ഇതിൻ്റെ പ്രതീകം kg ആണ്. മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാം ആണ്, kg ആണ്. ഇനി
അപ്പോൾ നമുക്ക് മാസ് പറയുന്നത് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ്. ഇനി നമുക്ക് ഭാരം കണ്ടുപിടിക്കണമെങ്കിൽ, വെയിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ മാസ് ഇൻറ്റു ഭൂഗുരുത്വാകർഷണ ത്വരണം കൊണ്ട് ഗുണിക്കണം. W=mg എന്ന് പറയുന്നത് ഫേമസ് ഇക്വേഷൻ ആണ്. നമുക്ക് വെയിറ്റ് കാണണമെങ്കിൽ m ഇൻറ്റു g എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കണം. അപ്പോൾ മാസും ഭാരവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് അതിൻ്റെ മാസ്. ഇതിൻ്റെ അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാം ആണ്. kg ആണ് ഇതിൻ്റെ പ്രതീകം. ഇനി വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ഗുരുത്വാകർഷണ ബലമാണ് ഇത് ഭാരം എന്നറിയപ്പെടുന്നത്. ഇനി പ്ലാറ്റിനം, ഇറിഡിയം. പ്ലാറ്റിനം 90%, ഇറിഡിയം 10% എന്നിവയുടെ ലോഹസങ്കരം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഫ്രാൻസിലെ അന്താരാഷ്ട്ര അളവ് തൂക്ക ബ്യൂറോയിൽ സൂക്ഷിച്ചിട്ടുള്ള ഒരു സിലിണ്ടറിൻ്റെ മാസാണ് നമ്മൾ 1 കിലോഗ്രാം ആയിട്ട് കണക്കാക്കുന്നത്. പ്ലാറ്റിനം 90%, ഇറിഡിയം 10% എന്നിവയുടെ ലോഹസങ്കരം കൊണ്ട് നിർമ്മിച്ച ഫ്രാൻസിലെ അന്താരാഷ്ട്ര അളവ് തൂക്ക ബ്യൂറോയിലെ സൂക്ഷിച്ചിട്ടുള്ള സിലിണ്ടറിൻ്റെ മാസാണ് 1 കിലോഗ്രാം. അവിടെ അളവുകളും അതിൻ്റെ മൂല്യം കിലോഗ്രാമിലും കൊടുത്തിട്ടുണ്ട്. 1 മില്ലിഗ്രാം എന്ന് പറയുന്നത് 10⁻⁻6 കിലോഗ്രാം ആണ്. 1 ഗ്രാം എന്ന് പറയുന്നത് 10⁻³ കിലോഗ്രാം ആണ്. 1 ക്വിൻ്റൽ എന്ന് പറയുന്നത് 10⁻² കിലോഗ്രാം ആണ്. 1 ടൺ എന്ന് പറയുന്നത് 10⁻³ കിലോഗ്രാം ആണ്. സമയത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് സെക്കൻഡാണ്. അറിയാലോ, സമയത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് സെക്കൻഡാണ്. എസ് ആണ് ഇതിൻ്റെ പ്രതീകം. ഒരു സോളാർ ദിനം എന്ന് പറയുന്നത് ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയമാണെന്ത്? ഒരു ദിവസം അഥവാ ഒരു സോളാർ ദിനം. ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയമാണ് ഒരു ദിവസം അഥവാ സോളാർ ദിനം. ഇവിടെ ടേബിളിൽ അടിസ്ഥാന അളവുകളും അവയുടെ SI യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അടിസ്ഥാന യൂണിറ്റുകളെ ആസ്പദമാക്കിയിട്ടുള്ള പദ്ധതിയാണ് യൂണിറ്റുകളുടെ അന്താരാഷ്ട്ര പദ്ധതി. ഇതിൻ്റെ ചുരുക്കെഴുത്താണ് SI യൂണിറ്റ്, ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്. അപ്പോൾ ഇതിൻ്റെ ചുരുക്കെഴുത്താണ് SI യൂണിറ്റ്. നമുക്ക് തോന്നിയതുപോലെ നമുക്ക് അളവുകൾ ഉപയോഗിക്കാൻ പറ്റില്ല. അതിന് കൃത്യമായിട്ടുള്ള SI യൂണിറ്റ് ഉണ്ട്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 7 അടിസ്ഥാന അളവുകളും അവയുടെ യൂണിറ്റുകളുമാണ് ഉള്ളത്. അപ്പോൾ അതിൽ നീളം നമ്മൾ നോക്കി, മീറ്റർ, m, മാസ് കിലോഗ്രാമാണ്, kg, സമയം സെക്കൻഡാണ്, S എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. വൈദ്യുത പ്രവാഹ തീവ്രത ആംബിയർ എന്നതാണ് അതിൻ്റെ അടിസ്ഥാന യൂണിറ്റ്. പ്രതീകം A ആണ്. വൈദ്യുത പ്രവാഹ തീവ്രത ആംബിയർ A. അടുത്തത് താപനിലയാണ്. അത് കെൽവിനാണ് ഇതിൻ്റെ യൂണിറ്റ്. K എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. പദാർത്ഥത്തിൻ്റെ അളവ് മോൾ, മോൾ എന്ന് പറയുന്ന അക്ഷരം കൊണ്ട് തന്നെ സൂചിപ്പിക്കുന്നു. പ്രകാശ തീവ്രത കാൻഡില, CD എന്ന പ്രതീകം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നീളം മീറ്റർ, മാസ് കിലോഗ്രാം, സമയം സെക്കൻഡ്, വൈദ്യുത പ്രവാഹ തീവ്രത ആംബിയർ, താപനില കെൽവിൻ, പദാർത്ഥത്തിൻ്റെ അളവ് മോള്, പ്രകാശ തീവ്രത കാൻഡിലയാണ്. അടുത്തതായിട്ട് നമുക്ക് വ്യുൽപ്പന്ന യൂണിറ്റുകൾ എന്താണെന്ന് നോക്കാം. ഡിറൈവ്ഡ് യൂണിറ്റ്. പരപ്പളവ് എങ്ങനെയാണ് നമ്മൾ കാണാറ്? ചതുരത്തിൻ്റെയൊക്കെ നീളം ഇൻറ്റു വീതിയാണ് ചെയ്യാറ്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയർ ആണ്. ഇങ്ങനെ അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നതോ അടിസ്ഥാന യൂണിറ്റുകളെ ആശ്രയിച്ച് നിലനിൽക്കുന്നതായിട്ടുള്ള യൂണിറ്റുകളാണ് വ്യുൽപ്പന്ന യൂണിറ്റുകൾ. അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നതോ അടിസ്ഥാന യൂണിറ്റുകളെ ആശ്രയിച്ച് നിലനിൽക്കുന്നതുമായിട്ടുള്ള യൂണിറ്റുകളാണ് വ്യുൽപ്പന്ന യൂണിറ്റുകൾ. നമുക്ക് സാന്ദ്രത കാണാൻ. സാന്ദ്രതയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് മാസ് ബൈ വ്യാപ്തമാണ്. അപ്പോൾ സാന്ദ്രതയുടെ യൂണിറ്റ് കാണാൻ മാസിൻ്റെ യൂണിറ്റ് ബൈ വ്യാപ്തത്തിൻ്റെ യൂണിറ്റ് കണ്ടാൽ മതി. മാസിൻ്റെ യൂണിറ്റ് നമ്മൾ പഠിച്ചു കിലോഗ്രാം, വ്യാപ്തത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ് ആണ്. അപ്പോൾ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് സാന്ദ്രതയുടെ യൂണിറ്റ്. പലസ്തീനിലും ജോർദാനിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ചാവുകടലുണ്ട്. ആ ചാവുകടലിൽ ഒരാൾ പത്രം വായിക്കുന്ന, അതിൽ കിടന്ന് പത്രം വായിക്കുന്ന ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അയാൾ എങ്ങനെയാണ് പൊങ്ങിക്കിടക്കുന്നത്? അതിന് കാരണം അവിടെയുള്ള ഉപ്പുവെള്ളത്തിൻ്റെ സാന്ദ്രതയാണ്. അവിടെ കാണപ്പെടുന്ന 1 ലിറ്റർ ജലത്തിൽ, ചാവുകടലിലെ 1 ലിറ്റർ ജലത്തിൽ 340 ഗ്രാമാണ് ഉപ്പിൻ്റെ അളവ്. എന്നാൽ 1 ലിറ്റർ സാധാരണ ജലത്തിൽ 35 ഗ്രാമാണ്. അപ്പോൾ എത്രമാത്രം ഉപ്പിൻ്റെ അളവ് അവിടെ കൂടുതലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിൽ നിന്നും സാന്ദ്രത കൂടുതലായിട്ട് സാന്ദ്രതയിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ചാപ്റ്ററിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അടിസ്ഥാന യൂണിറ്റുകൾ, അവയുടെ പ്രതീകങ്ങൾ, അതിൻ്റെ യൂണിറ്റുകൾ എന്തായാലും എക്സാമുകൾക്ക് ചോദിക്കുന്ന ഒരു ഭാഗം തന്നെയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. മൊത്തം കാര്യങ്ങൾ നമ്മൾ ഒന്ന് നോക്കി കഴിഞ്ഞു. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു പാഠത്തിൻ്റെ ഡിസ്കഷനുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.